सौन्दर्यलहरी कर्त्रे सर्वमङ्गलदायिने शङ्कराचार्यवर्याय यतिराजाय ते नमः. ക്ലാസ്സിലേക്ക് സ്വാഗതം. 93-ാമത്തെ ശ്ലോകമാണ്. ദേവി ഈ പ്രപഞ്ചത്തെ രക്ഷിക്കുവാൻ വേണ്ടി വിവിധ ഭാവങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു. ദേവിയിലെ എല്ലാ വൈവിധ്യങ്ങളും സമന്വയിച്ചിരിക്കുന്നു. ദേവിയുടെ ആകൃതിയെയും സ്വഭാവത്തെയും സൂചിപ്പിക്കുന്ന ഒരു ശ്ലോകമാണ്. എല്ലാ വൈരുദ്ധ്യങ്ങളും ദേവിയുടെ ഭാവങ്ങൾ തന്നെയാണ് എന്ന് കവി വർണ്ണിക്കുകയാണ്. അരാള കേശേഷു പ്രകൃതി സരള മന്ദഹസിതേ ശിരീഷാഭ ചിത്തേ ദൃഷതുപലശോഭ കുചതടേ കൃശം തന്വീ മധ്യേ പൃഥുരുരസിജാരോഹ വിഷയേ ജഗത്രാതും ശംഭോ ജയതി കരുണ കാജി കരുണ. അരാള കേശേഷു പ്രകൃതി സരള മന്ദഹസിതേ ശിരീഷാഭ ചിത്തേ ദൃഷതുപലശോഭ കുചതടേ കൃശം തന്വീ മധ്യേ പൃഥുരുരസിജാരോഹ വിഷയേ ജഗത്രാതും ശംഭോ ജയതി കരുണ കാജി കരുണ. അരാള കേശേഷു പ്രകൃതി സരള മന്ദഹസിതേ ശിരീഷാഭ ചിത്തേ ദൃഷത് ഉപലശോഭ കുചതടേ ഭൃശം തന്വി മധ്യേ പൃഥുരുരസിജാരോഹ വിഷയേ പൃഥുഃ ഉരസിജാരോഹ വിഷയേ ജഗത്രാതും ശംഭോഃ ജയതി കരുണ കാചിത് അരുണ. പൃഥുഃ ഉരസിജാരോഹ വിഷയേ പൃഥുരുരസിജാരോഹ വിഷയേ ശംഭോഃ ജയതി ശംഭോർജയതി. ദൃഷത് ഉപലശോഭ ദൃഷത് ഉപലശോഭ. കേശേഷു അരാള മന്ദഹസിതേ പ്രകൃതി സരള ചിത്തേ ശിരീഷാഭ കുചതടേ ദൃഷതുപലശോഭ മധ്യേ ഭൃശം തന്വി ഉരസിജ ആരോഹ വിഷയേ പൃഥുഃ ശംഭോഃ കാചിത് അരുണ കരുണ ജഗത്രാതും. കേശേഷു അരാള മന്ദഹസിതേ പ്രകൃതി സരള കേശേഷു അരാള മന്ദഹസിതേ പ്രകൃതി സരള ചിത്തേ ശിരീഷാഭ ചിത്തേ ശിരീഷാഭ കുചതടേ ദൃഷതുപലശോഭ കുചതടേ ദൃഷതുപലശോഭ മധ്യേ ഭൃശം മധ്യേ ഭൃശം തന്വി മധ്യേ ഭൃശം തന്വി ഉരസിജ ആരോഹ വിഷയേ ഉരസിജ ആരോഹ വിഷയേ പൃഥുഃ ഉരസിജ ഒരു കോമട്ട് എഴുതുക. ഉരസിജ ആരോഹ വിഷയേ ഉരസിജ കഴിഞ്ഞിട്ട് കോമ ആരോഹ വിഷയേ പൃഥുഃ ശംഭോഃ കാചിത് അരുണ
കരുണാ ശംഭോः കാചിത് അരുണാ കരുണ ജഗത്രാതും ജഗത്രാതും. കേശേഷു അരാള, അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഫുൾ സ്റ്റോപ്പോ ഒരു കൊമയോ എടുക്കുക. കേശേഷു അരാള മന്ദഹസിതേ പ്രകൃതി സരള കൊമ ചിത്തേ ശിരീഷാഭ കൊമ കുചതടേ ദൃഷതുബലശോഭ കൊമ മധ്യേ ഭൃശം തന്വി കൊമ ഉരസിജ ആരോഹ വിഷയേ പൃഥു. അവിടെ പുരുഷത്വനുണ്ട്. ശംഭോഹോ കാചിത് അരുണ കരുണ ജഗത്രാതും. ശംഭോഹോ കാചിത് അരുണ കരുണ ജഗത്രാതും. കേശേഷു അരാള, അല്ലയോ ദേവി, ദേവിയോട് പറയുകയാണ്, കേശേഷു അരാള, നിൻ തിരുവടിയുടെ കേശങ്ങളിൽ മുടി, ആ മുടിക്കെട്ടിൽ അരാളം കുടലയായി വക്രത ഉള്ളതായി ഭവിക്കുന്നു. ദേവിയുടെ മുടി ചുരുണ്ട മുടിയാണ്. ചുരുണ്ട മുടിയാണ് സൗന്ദര്യത്തിന്റെ ലക്ഷണം. അങ്ങനെ ദേവിയുടെ മുടി ചുരുണ്ടതായി ഭവിക്കുന്നു. മന്ദഹസിതേ പ്രകൃതി സരള, മന്ദഹാസത്തിൽ ദേവി പുഞ്ചിരിക്കുന്ന സമയത്ത് പ്രകൃതി സരളയാണ്, സ്വഭാവേന സരളയായി ഭവിക്കുന്നു. ചിത്തേ ശിരീഷാഭ, മനസ്സിൽ, ദേവിയുടെ മനസ്സിൽ, ചിത്തത്തിൽ ശിരീഷാഭ, നെന്മേനിപ്പൂവിന്റെ മാർദ്ദവമുള്ളതായി നിർമ്മലതയുള്ളതായി ഭവിക്കുന്നു. നെന്മേനി വാഗപ്പൂവ് കവികളുടെ ഒരു അലങ്കാര വസ്തുവാണ്. സുന്ദരികളായിരിക്കുന്ന സ്ത്രീകളെ വർണ്ണിക്കുന്നതിൽ ഈ പൂവിനെ എടുക്കാറുണ്ട് കവികൾ. നെന്മേനി വാഗപ്പൂവിന്റെ മാർദ്ദവമുള്ളതായി ഭവിക്കുന്നു. ദേവിയുടെ മനസ്സ് അങ്ങനെയാണ്, നിർമ്മലമാണ്. കുചതടേ ദൃഷതുബലശോഭ, ദേവിയുടെ മാറിടങ്ങളിൽ, കുജങ്ങളിൽ അമ്മിക്കല്ലിന്റെ കാഠിന്യമുള്ള ആ ശോഭയോടുകൂടിയതായി ഭവിക്കുന്നു. മാറിടങ്ങൾ കാഠിന്യമുള്ളതാണ്, അതാണ് സൗന്ദര്യത്തിന്റെ ലക്ഷണം. മധ്യേ ഭൃശം തന്വി, മധ്യഭാഗത്ത് ഏറ്റവും തന്വിയായി ഭവിക്കുന്നു, മെലിഞ്ഞതായി ഭവിക്കുന്നു. ഭൃശം ഏറ്റവും വണ്ണം കുറഞ്ഞ ഭാഗം, മെലിഞ്ഞ ഭാഗമാണ് ദേവിയുടെ മധ്യഭാഗം, അതാണ് സൗന്ദര്യം. ഉരസിജ ആരോഹ വിഷയേ, ഉരസിജം, ഉരസിൽ ജനിച്ചതാണ് ഉരസിജം. ഉരസ് എന്ന് പറഞ്ഞാൽ ആ നെഞ്ചുമായി ബന്ധപ്പെട്ട ഭാഗം, അവിടെ ജനിക്കുന്നതാണ് മാറിടം എന്ന് പറഞ്ഞാൽ കുജം, സ്ഥാനം എന്നർത്ഥം. ഉരസിജങ്ങളിലും സ്ഥലങ്ങളിലും ആരോഹ വിഷയെ, നിതംബ പ്രദേശങ്ങളിലും, ആ അരക്കെട്ടിന്റെ ഭാഗത്തും വിഷയെ പൃഥുഹു, അത് വലിപ്പമുള്ളതായി ഭവിക്കുന്നു. മധ്യഭാഗം വളരെ തന്വയാണ്, മെലിഞ്ഞതാണ്. മാറിടങ്ങളും അരക്കെട്ടും വലുതായി ഭവിക്കും. പൃഥു. ശംഭോഹോ കാചിത് അരുണാ കരുണ, ശംഭുവിന്റെ ഏതൊരു നിർവചിക്കാനാകാത്ത, കാചിത് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു അരുണ, ചുവപ്പ് നിറത്തോടുകൂടിയ കരുണ, കാരുണ്യം ജഗത്തിനെ ത്രാണനം ചെയ്യുന്നു, രക്ഷിക്കുന്നതിനായി ഭവിക്കുന്നു. ഇവിടെ അരുണ എന്ന പേരോടുകൂടിയ എന്ന ഒരു അർത്ഥവും കൂടി ഉണ്ട്. ശംഭുവിന്റെ ഏതൊരു നിർവചിക്കാനാകാത്ത കരുണ, ചുവന്ന നിറത്തിലുള്ള കാരുണ്യം ദേവിയോട് കൂടി ചേരുന്ന സമയത്ത് പരമശിവനും ഈ അരുണ വർണ്ണം കിട്ടുന്നു എന്നർത്ഥം. അരുണ എന്ന പേരോടുകൂടിയ ദേവി എന്നും അർത്ഥമെടുക്കാം. ജഗത്തിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ആ കാരുണ്യം, ദേവിയുടെ അരുണ നിറമായിരിക്കുന്ന കാരുണ്യം, ശംഭുവിന്റെ ഏതോ ഒരു നിർവചിക്കാനാകാത്ത, വിശദീകരിച്ച് തരുവാൻ പ്രയാസമായിരിക്കുന്ന, പറഞ്ഞു അറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു കരുണ, ചുവപ്പ് നിറത്തോടുകൂടിയ കാരുണ്യം ജഗത്തിനെ രക്ഷിക്കുവാൻ സമർത്ഥമാകുന്നു. കേശങ്ങളിൽ കുടിലയായും, ദേവിയുടെ സൗന്ദര്യ വസ്തുക്കളിലോ ദേവിയുടെ സ്വഭാവമോ നമ്മൾ നോക്കുകയാണെങ്കിൽ കുടിലമായിട്ട് വക്രതയുള്ളതായിട്ട് ദേവിക്ക് ഒന്ന് മാത്രമേ ഉള്ളൂ. അത് ദേവിയുടെ മുടിയാണ്. ചുരുണ്ട് മിനുസമായ കറുത്ത നിറത്തോടു കൂടിയ മുടിയാണ് ദേവിക്കുള്ളത്. ഈ ഒരു വക്രത ഈ മുടിയിൽ മാത്രമേ കാണാൻ സാധ്യമാവുകയുള്ളൂ.
മന്ദഹാസത്തിൽ സ്വഭാവേന സരളയാണ്. ദേവി പുഞ്ചിരിക്കുന്ന സമയത്ത് സരളമായ പുഞ്ചിരിയാണ്. ചിത്തത്തിൽ ശിരീഷ കോമളയാണ്. നെന്മേനി വാഗപ്പൂവിന്റെ കോമളമായ സുന്ദരമായ ശരീരത്തോടു കൂടിയവളാണ് ദേവിയുടെ മനസ്സിന്റെ ശോഭ. സ്തനതടത്തിൽ ദൃഷതുബലം പോലെ കഠിനയാണ്. മാറിടങ്ങൾ കഠിന സ്വഭാവത്തോടു കൂടിയതാണ്. മധ്യപ്രദേശത്തിൽ അത്യന്തം കൃശയാണ്. ദേവിയുടെ വയറിന്റെ ആ പൊക്കിളിന്റെ ഭാഗം ഏറ്റവും കൃശയായിരിക്കും. സ്തനനിതംബങ്ങളിൽ പൃഥുലയാണ്. സ്തനവും അരക്കെട്ടും മാറിടങ്ങളും അരക്കെട്ടും വലിപ്പമുള്ളത്. അങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നത്. ശംഭുവിന്റെ ഏതോ ഒരു അനിർവാച്യമായ അരുണശക്തി ഈ ജഗത്തിനെ സംരക്ഷിക്കുവാൻ വേണ്ടി സർവ ഉത്കർഷേണ വർത്തിക്കുന്നു. ദേവിയെ ശംഭുവിന്റെ ജഗത്ത് രക്ഷകയായ കരുണാശക്തിയായി ഈ ശ്ലോകം വിവരിക്കുന്നു. ശംഭുവിന്റെ ജഗത് രക്ഷകയായ കരുണാശക്തി ആണ് ദേവി. ശിവാഭിന്നയായ ചിച്ഛക്തി സ്വരൂപം ധരിക്കുന്നത് ജഗത്തിന്റെ രക്ഷണത്തിന് വേണ്ടിയാണ്. രൂപയായ ആ പരമചൈതന്യം പരമശിവന്റെ കാരുണ്യവായ്പ് മാതൃഭാവം കൈക്കൊണ്ടതാണ്. മായയെന്നും ശുദ്ധവിദ്യയെന്നും ലക്ഷ്മി, സരസ്വതി, പാർവതി എന്നിവരെന്നും പലതരത്തിലും പല രൂപത്തിലും വർണ്ണിക്കപ്പെടുന്ന ആ ചൈതന്യം ദേവീരൂപത്തിൽ ഉപാസിക്കുന്നവരുടെ ഉള്ളിൽ പ്രത്യക്ഷപ്പെടുന്ന പല രൂപങ്ങളിൽ ഒന്നാണ് ഈ ശ്ലോകത്തിന് വിഷയമായിട്ടുള്ളത്. ഏറ്റവും സുന്ദരമായ ഒരു സ്ത്രീരൂപമാണ് ദേവി. കേശങ്ങൾ ചുരുണ്ടതാണ്. വക്രത കേശത്തിൽ മാത്രമേ ഉള്ളൂ. വേറെ ഒരു സ്ഥലത്തും ദേവിക്ക് വക്രതയില്ല. എല്ലാം നേരെ വാ നേരെ പോകൂ എന്ന ഭാവമാണ് ദേവിക്കുള്ളത്. ശംഭുവിന്റെ കാരുണ്യം തന്നെയായ ദേവിയുടെ മന്ദഹാസത്തിൽ കാപട്യമില്ല. ദേവി ചിരിക്കുന്നത് നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കാമെന്ന് കാപട്യത്തോടു കൂടിയ ചിരിയല്ല ദേവിക്കുള്ളത്. ചരാചരാത്മകമായ ഈ ജഗത്തിന്റെ നേർക്ക് ദേവിക്ക് കാരുണ്യം അത്രമേയുള്ളൂ എന്ന് കാണിക്കുവാൻ വേണ്ടിയാണ് പ്രകൃതി സരള മന്ദഹസിതേ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. ചിത്തം നെന്മേനി വാഗപ്പൂ പോലെ മൃദുവാണ്, വളരെ സോഫ്റ്റാണ്. ചിത്തത്തെ നെന്മേനി വാഗപ്പൂവിനോട് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് സൗന്ദര്യ മാധുര്യാദി ഗുണങ്ങളും സൂചിതമാകും. ഈ പ്രപഞ്ചത്തിൽ നല്ലതും ചീത്തയുമുണ്ട്, പുണ്യവാന്മാരും പാപികളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഭാഗ്യവാന്മാരും ദുരിതം അനുഭവിക്കുന്നവരുമുണ്ട്. ശിരീഷ കോമളമായ ദേവീ ചിത്തത്തിൽ ഏവരുടെ നേർക്കും കാരുണ്യം മാത്രമേ ഉള്ളൂ. വിവരണത്തിന് വഴങ്ങാത്ത മാതൃവാത്സല്യം കൊണ്ട് മൃദുലമാണ് ദേവിയുടെ ചിത്തം. അമ്മിക്കല്ല് പോലെ കാഠിന്യമുള്ളതാണ് ദേവിയുടെ സ്തനങ്ങൾ. ഇത് ഒരു കവിസങ്കേതമാണ്. സുന്ദരികളായ സ്ത്രീകളുടെ സ്തനങ്ങൾ കഠിനങ്ങളാണെന്ന് വർണ്ണിക്കുന്ന കവിസങ്കേതം കൊണ്ട് സ്ഥൂല രൂപത്തിലുള്ള സൗന്ദര്യാതിശയം സ്പഷ്ടമാകും. മധ്യപ്രദേശം അതീവ കൃശമാണ്. കാർഷ്യം കാരുണ്യാദി ഗുണങ്ങളിലല്ലെന്നും അത് സ്ഥൂല രൂപത്തിലെ മധ്യപ്രദേശത്തിൽ പരിമിതമാണെന്നും കവിസങ്കേത പാരമ്പര്യത്തെ ആധാരമാക്കി സൂചിപ്പിച്ചിരിക്കുന്നു. സ്തനതടങ്ങളും നിതംബവും അതിസ്ഥൂലങ്ങളാണ്. ഇതും സ്ത്രീ സൗന്ദര്യം വർണ്ണിക്കുന്ന കവിസങ്കേതമാണ്. വലിപ്പവും പരപ്പമുള്ള സ്തനങ്ങളും നിതംബ പ്രദേശവും അത് വലിപ്പത്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ദേവിയുടെ നിറം അരുണമാണ്, ചുവന്ന നിറമാണ്. അരുണ വർണ്ണയായി ദേവിയെ ധ്യാനിക്കുന്നത് സർവസിദ്ധികളും നൽകുന്നതാണെന്ന് ആചാര്യന്മാർ അഭിപ്രായപ്പെടുന്നു. സാധകൻ ദേവിയുടെ സ്ഥൂലരൂപം കയ്യിലും മുഖത്തും ഉള്ള സ്ഥൂലരൂപ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ദേവീപാസന തുടങ്ങുന്ന സമയത്ത് ആദ്യം ദേവിയെ ഒരു സാധാരണ സ്ത്രീയുടെ രൂപമായിട്ടാണ് ധ്യാനിക്കുന്നത്. അതിനുശേഷം ദേവിയുടെ ആ നിറം ചുവന്ന നിറമാണ് ദേവിക്ക് എന്ന ആ ഭാവത്തിലാണ് ധ്യാനിക്കേണ്ടത്. അരുണ എന്നതിന് ദേവിക്ക് പേരുണ്ട്. മറ്റൊരാചാര്യൻ പറയുന്നു ഇത് അരുണ എന്ന ദേവി ചൈതന്യമാണ് എന്ന് അഭിപ്രായപ്പെടുന്നു. ചില വ്യാഖ്യാനങ്ങളിൽ അങ്ങനെയും കാണുന്നു. ഇപ്രകാരം അകത്തും പുറത്തും സൗന്ദര്യം മാത്രമുള്ള ദേവീരൂപം വർണ്ണിച്ചിട്ട് ആ ദേവിയെ ജഗത് രക്ഷണാർത്ഥം സർവോത്കർഷേണ വർത്തിക്കുന്ന പരമശംഭുവിന്റെ കരുണാരൂപിണിയായി ശ്ലോകം അവതരിപ്പിക്കും. ഈ ശ്ലോകത്തിന്റെ ഫലശ്രുതി എല്ലാ അഭീഷ്ടങ്ങളും നിറവേറുന്നു, ധനവും ഭാഗ്യവും വർദ്ധിക്കുന്നു. 94-ാമത്തെ ശ്ലോകം.
ഈ ശ്ലോകത്തിൽ സൃഷ്ടികർത്താവായ ബ്രഹ്മദേവൻ ദേവിയുടെ ഒരു കിങ്കരൻ അഥവാ ഒരു കാര്യസ്ഥനായി ദേവിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് തൻ്റെ സൃഷ്ടി പ്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നു. ബ്രഹ്മദേവൻ ദേവിയുടെ ഇച്ഛയ്ക്കനുസരിച്ച് ദേവിയുടെ സന്തോഷത്തിനായിക്കൊണ്ട് സൃഷ്ടി പ്രക്രിയ ചെയ്യുന്നു. ഉദാഹരണമായിട്ട് ഏതാനും ചില കാര്യങ്ങളെ എടുത്തു പറയുകയാണ് കവി ഈ ശ്ലോകത്തിൽ. കളങ്ക കസ്തൂരി രജനികരബിംബം ജലമയം കലാപി കർപ്പൂരൈഹി മരകഥ കരണ്ഡം നിബിഡിതം അതസ്ത്വോഗേന പ്രതിദിനമിതം രിക്തകുഹരം വിധിർ ഭൂയോ ഭൂയോ നിബിഡയതി നൂനം തവ കൃതേ. കളങ്ക കസ്തൂരി രജനികരബിംബം ജലമയം കലാഭി കർപ്പൂരൈഹി മരകഥ കരണ്ഡം. മരകഥ കരണ്ഡം എന്നതിന് പാഠഭേദമുണ്ട്. മരതക കരണ്ഡം, മരതക കരണ്ഡം, മരകഥ കരണ്ഡം രണ്ടും ഏതു വേണമെങ്കിലും സ്വീകരിക്കാവുന്നതാണ്. നിബിഡിതം അതസ്ത്വോഗേന പ്രതിദിനമിതം രിക്തകുഹരം വിധിർ ഭൂയോ ഭൂയോ നിബിഡയതി നൂനം തവ കൃതേ. അതഃ ത്വദ്ഭോഗേന, അതസ്ത്വദ്ഭോഗേന പ്രതിദിനം ഇദം, പ്രതിദിനമിദം വിധിഃ ഭൂയോ ഭൂയഃ വിധിർ ഭൂയോ ഭൂയഃ. അന്വയം കളങ്കഃ കസ്തൂരി രജനികരബിംബം ജലമയം കലാഭിഃ കർപ്പൂരൈഃ നിബിഡിതം മരകഥ കരണ്ഡം അതഃ ഇദം പ്രതിദിനം തദ്ഭോഗേന രിക്തകുഹരം വിധിഃ ഭൂയോ ഭൂയഃ തവ കൃതേ നിബിഡയതി നൂനം. കളങ്കഃ കസ്തൂരി, കളങ്കഃ കസ്തൂരി പുൽസ്റ്റോപ്പ്. രജനികരബിംബം ജലമയം, രജനികരബിംബം ജലമയം പുൽസ്റ്റോപ്പ്. കലാഭിഃ കർപ്പൂരൈഃ, കലാഭിഃ കർപ്പൂരൈഃ നിബിഡിതം മരകഥ കരണ്ഡം. കലാഭിഃ കർപ്പൂരൈഃ നിബിഡിതം മരകഥ കരണ്ഡം പുൽസ്റ്റോപ്പ്. അതഃ ഇദം പ്രതിദിനം തദ്ഭോഗേന രിക്തകുഹരം, രിക്തകുഹരം പുൽസ്റ്റോപ്പ്. വിധിഃ ഭൂയോ ഭൂയഃ വിധിഃ ഭൂയോ ഭൂയഃ തവ കൃതേ, തവ കൃതേ നിബിഡയതി, തവ കൃതേ നിബിഡയതി നൂനം, നൂനം. കളങ്കഃ കസ്തൂരി രജനികരബിംബം ജലമയം കലാഭിഃ കർപ്പൂരൈഃ നിബിഡിതം മരകഥ കരണ്ഡം അതഃ ഇദം പ്രതിദിനം തദ്ഭോഗേന രിക്തകുഹരം അവിടെ പുൽസ്റ്റോപ്പ്. വിധിഃ ഭൂയോ ഭൂയഃ തവ കൃതേ നിബിഡയതി നൂനം. കളങ്കഃ കസ്തൂരി, അല്ലയോ ദേവി, അല്ലയോ അമ്മേ. കളങ്കഃ കസ്തൂരി, ചന്ദ്രക്കലയിൽ കാണപ്പെടുന്ന കളങ്കം കസ്തൂരിയാകും. കസ്തൂരി മാനിൽ നിന്നാണ് കസ്തൂരി വരുന്നത്. ആ മാനിന്റെ കസ്തൂരിയാകുന്നു ചന്ദ്രക്കലയിൽ കാണപ്പെടുന്ന കളങ്കം. രജനികരബിംബം ജലമയം, രജനികരബിംബം, രജനികരൻ രജനിയെ ചെയ്യുന്നവൻ, രാത്രിയെ ചെയ്യുന്നവൻ.
കരം എന്നാൽ രണ്ടർത്ഥമാണ്. രശ്മി എന്നും അർത്ഥമുണ്ട്. രാത്രിയിൽ കിരണങ്ങളോട് കൂടിയവൻ, രാത്രിയിൽ കിരണങ്ങൾ വർഷിച്ചു കൊണ്ടിരിക്കുന്നവൻ ചന്ദ്രൻ, രാത്രിയെ ചെയ്യുന്നവൻ ചന്ദ്രൻ. രണ്ടു തരത്തിൽ അർത്ഥമെടുക്കാം. ആ രജനികരന്റെ ബിംബം, ചന്ദ്രബിംബം, വെളുത്ത പക്ഷത്തില് പൗർണമി തിഥിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ചന്ദ്രബിംബം ജലമയമാകുന്നു. ആ ജലം എന്ന് പറയുന്നത് പനിനീരാകുന്നു. പനിനീരിന്റെ ഗന്ധമുള്ള മരുന്നാകുന്നു, ഔഷധമാകുന്നു, ജലമയമാകുന്നു. കലാഭിഹി കർപ്പൂരൈഹി നിബിഡിതം മരകഥകരുണ്ട്. കലാഭിഹി കലകളാകുന്ന, കർപ്പൂരൈഹി കർപ്പൂര ശകലങ്ങളാൽ, കർപ്പൂര കഷണങ്ങളാൽ, നിബിഡിതം നിറയ്ക്കപ്പെട്ട മരകഥകരണ്ഡം, മരകഥം കൊണ്ട് നിർമ്മിച്ച പാത്രമാകുന്നു. ആ മരകഥ ശബ്ദം 3 തരത്തിലാണ് പ്രയോഗിക്കുന്നത്. മരകഥം, മരകഥം, 3 ഒരേ അർത്ഥം തന്നെ. പദമല്ല ഉപയോഗിക്കുന്നത്. മരതകം എന്ന് പറഞ്ഞാൽ എമറാൾഡ് എന്ന രത്നമാണ് ഉദ്ദേശിക്കുന്നത്. ആ പച്ച, മരതക പച്ച, പച്ച നിറത്തിലുള്ള രത്നം കൊണ്ട് നിർമ്മിച്ച പാത്രമാകുന്നു. അതഹ അതുകൊണ്ട്, അതിനാൽ, ഇതം ഇത്, ഈ മരതക കരണ്ടം, പ്രതിദിനം ദിവസം തോറും, തത് ഭോഗേന രിക്തകുഹരം നിന്തിരുവടിയുടെ ഉപയോഗം കൊണ്ട്, ഈ പെട്ടിയിൽ നിന്ന് പല സാധനങ്ങളും ദേവി എടുക്കുന്നത് കൊണ്ട് അത് തീർന്നു പോകുന്നു. രക്തകുഹരമായി ഭവിക്കുന്നു, ഒഴിഞ്ഞ ഉത്ഭാഗത്തോടു കൂടിയായി ഭവിക്കുന്നു. വിധിഹി ബ്രഹ്മാവ് ഭൂയോ ഭൂയഃ തവ ഹൃദയ നിന്തിരുവിടിക്ക് വേണ്ടി അത് നിറച്ചു വയ്ക്കുന്നു. ദേവിയുടെ പെട്ടിയിൽ നിന്നും, ചെപ്പിൽ നിന്നും ദേവി ഓരോ ദിവസവും ഓരോ സാധനങ്ങൾക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് അത് ഒഴിഞ്ഞതായി ഭവിക്കുന്നു. ദേവിക്ക് ആവശ്യമായ സാധനങ്ങൾ, വസ്തുക്കൾ എന്തൊക്കെയാണോ അത് എല്ലാ ദിവസവും വിധിയാകുന്ന ബ്രഹ്മാവ് നിറച്ചുകൊണ്ടേയിരിക്കുന്നു. നൂനം ഇത് ഉറപ്പായ കാര്യമാണല്ലോ. ശൃംഗാരരൂപിണിയായ അല്ലയോ ദേവി, ചന്ദ്രബിംബത്തിലെ കളങ്കം കസ്തൂരിയാകുന്നു. ചന്ദ്രബിംബം ശരിക്കും പനിനീര് തന്നെ, ജലമയമാകുന്നു. കർപ്പൂരം നിറച്ച മരതക കരണ്ടമാണ് ചന്ദ്രമണ്ഡലം. ദിവസം തോറുമുള്ള ഉപഭോഗത്താൽ ഒഴിഞ്ഞു വരുന്ന അന്തർഭാഗത്തോടു കൂടിയ ഈ കരണ്ടത്തെ, ഒഴിഞ്ഞ ഉൾഭാഗത്തോടു കൂടിയ ഈ ചെപ്പിനെ, ഈ പാത്രത്തെ നിന്തിരുവടിയുടെ ഉപയോഗത്തിന് വേണ്ടി ബ്രഹ്മാവ് വീണ്ടും വീണ്ടും നിറച്ചുകൊണ്ടേയിരിക്കുന്നു എന്നത് തീർച്ചയാണ്, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ദേവിയുടെ പ്രസാദനത്തിനു വേണ്ടി കസ്തൂരി, പനിനീര്, പച്ചക്കൽപ്പൂരം തുടങ്ങിയവ നിറയ്ക്കുന്ന ഒരു പാത്രമായി ചന്ദ്രമണ്ഡലത്തെ വിവരിച്ചിരിക്കുന്നു. ദേവി ഈ പാത്രത്തിൽ നിന്ന് പ്രസാധന വസ്തുക്കൾ ദിവസവും എടുത്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ക്രമമായി പാത്രത്തിന്റെ ഉൾഭാഗം റിക്തമായി തീരുന്നു. അങ്ങനെ ഒഴിഞ്ഞ ഭാഗം വീണ്ടും ഭൃത്യനായ ബ്രഹ്മാവ്, കിങ്കരനായ ബ്രഹ്മാവ് നിറച്ചു വെച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിനെ ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങൾ എന്ന് നാം പറയുന്നു. ചന്ദ്രമണ്ഡലത്തെ കരണ്ടമായി അവതരിപ്പിച്ചപ്പോൾ ചന്ദ്രനിലുള്ള കളങ്കത്തെ അതിനുള്ളിലുള്ള കസ്തൂരിയാണെന്നും, ചന്ദ്രബിംബത്തെ ജലമയമാണെന്നും, ചന്ദ്രകലകൾ കർപ്പൂര കഷ്ണങ്ങളാണെന്നും പറയുന്നു. ദേവി പനിനീരും പച്ചക്കൽപ്പൂരവും കസ്തൂരിയും എടുത്തുപയോഗിക്കുമ്പോൾ ചന്ദ്രമണ്ഡലത്തിലുള്ള ചന്ദ്രബിംബം ക്രമേണ ചെറുതാകുന്നുവെന്ന് നമുക്ക് തോന്നുന്നു. ഔചിത്യമുള്ള ഭൃത്യൻ സ്വാമിനിയുടെ പ്രസാധനപാത്രം ഒഴിയുന്ന മുറയ്ക്ക് അതിനെ വീണ്ടും നിറച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ ദേവിയുടെ ഉപഭോഗത്താൽ ഒഴിഞ്ഞ് രക്തകുഹരമായി തീർന്ന ചന്ദ്രമണ്ഡലമാകുന്ന കരണ്ടത്തെ സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് വീണ്ടും വീണ്ടും ദേവിയുടെ ഉപയോഗത്തിനായി നിറച്ചുകൊണ്ടേയിരിക്കുന്നു. കളങ്ക കസ്തൂരി, കളങ്കമാണ്. ചന്ദ്രമണ്ഡലം പൗർണമി ദിവസം ചന്ദ്രമണ്ഡലത്തെ നമ്മൾ നോക്കുന്ന സമയത്ത് അതിലൊരു അഴുക്കുള്ളതായി നമുക്ക് തോന്നും.
ഇത് രണ്ട് തരത്തിലാണ് കവികൾ വർണ്ണിക്കുന്നത്. അത് അവിടെ ചില കുഴികൾ ഉള്ളത് കൊണ്ടാണ് ആ കളങ്കമായിട്ട് നമുക്ക് തോന്നുന്നത്. ആ കുഴികളെ ആകെ നോക്കുന്ന സമയത്ത് അതൊരു മുയലിന്റെ ആകൃതിയാണെന്ന് പറയും. ശശാങ്കൻ, മുയലിന്റെ ആകൃതി, ശശം, മുയൽ, ഇങ്ങനെ പല തരത്തിലാണ് കവികൾ വർണ്ണിക്കുന്നത്. ആ ചന്ദ്രമണ്ഡലം ജലമയമാണ്. അതിൽ ഔഷധ വീര്യമുള്ള ജലമാണ്. ചന്ദ്രന് 16 കലകളാണ് ഉള്ളത്. അവ തിഥിരൂപങ്ങൾ. തിഥി ദേവതകൾ 15 പേർക്കും പ്രത്യേകം പ്രത്യേകം പേരുകളുണ്ട്. അനന്തമായ കാലത്തിന്റെ പ്രതീകങ്ങളാണ് ഈ കലകൾ. ഷോഡശ കലകളാണ് ദേവി. ഷോഡശ കല ആണ് ചന്ദ്രനുള്ളത്. അത് 15 തിഥി ദേവതകളായിട്ടാണ് പറയുന്നത്. പൂർണ്ണചന്ദ്രനിൽ നിന്ന് ദിവസം 1 എന്ന കണക്കിന് കലകൾ മാറുമ്പോൾ ചന്ദ്രൻ ക്രമമായി ക്ഷയിച്ചു വരുന്നു. അമാവാസി കഴിഞ്ഞ് കലകൾ ഓരോന്നായി ചന്ദ്രനോട് ചേരുമ്പോൾ ക്രമേണ ചന്ദ്രൻ പൂർണ്ണനായിത്തീരുന്നു. കാലഗതിയെ പ്രതിനിധാനം ചെയ്യുന്ന ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങൾ, പ്രസാധന വസ്തുക്കൾ ബ്രഹ്മാവ് കരണ്ടത്തിൽ നിറയ്ക്കുന്നത് കൊണ്ടുണ്ടാകുന്നതായും അപ്രകാരം ഒഴിഞ്ഞുപോയ ചന്ദ്രമണ്ഡലത്തെ ദേവിക്ക് വേണ്ടി വീണ്ടും വീണ്ടും നിറയ്ക്കുന്നതായും വർണ്ണിച്ചിരിക്കുന്നു. 15 കലകൾ എന്ന് പറയുന്നത് 15 ദേവതാ സങ്കല്പങ്ങളാണ്. ആ 15 ദേവതകളുടെ പേരുകൾ കാമേശ്വരി, ഭഗമാലിനി, നിത്യക്ലിന്ന, ഭേരുണ്ട, വന്യവാസിനി, വജ്രേശ്വരി, ശിവദൂതി, തുരിത, കുലസുന്ദരി, നിത്യ, നീലപതാക, വിജയ, സർവമംഗള, ജ്വാലാമാലിനി, ചിത്ര. ഈ 15 പേരെ നിത്യകൾ എന്ന് പറയുന്നു. നിത്യകളായിരിക്കുന്ന കലകളാകുന്നു. അത് വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോളൂ. ഒന്ന് കാമേശ്വരി, കാമേശ്വരി, ഭഗമാലിനി, കാമേശ്വരി, ഭഗമാലിനി, നിത്യക്ലിന്ന, നിത്യക്ലിന്ന, ഭേരുണ്ട, ഭേരുണ്ട, ദീർഘം, എല്ലാം ദീർഘമാണ്. കാമേശ്വരി, ഭഗമാലിനി, നിത്യക്ലിന്ന, ഭേരുണ്ട, വന്യവാസിനി, വഹ്നി, വന്യവാസിനി, വജ്രേശ്വരി, എല്ലാം ദീർഘം. ശിവദൂതി, നിത്യക്ലിന്ന, ഭേരുണ്ട, വന്യവാസിനി, വജ്രേശ്വരി, ശിവദൂതി, ത്വരിത, ത്വരിത, കുലസുന്ദരി, കുലസുന്ദരി അല്ലെങ്കിൽ കുളസുന്ദരി, നിത്യ, നീലപതാക, വിജയ, സർവമംഗള. ശിവദൂതി, ത്വരിത, കുലസുന്ദരി, നിത്യ, നീലപതാക, വിജയ, സർവമംഗള, നീലപതാക, വിജയ, സർവമംഗള, ജ്വാലാമാലിനി, ചിത്ര. ഇവരാണ് 15 നിത്യകൾ, കലകൾ എന്ന് പറയുന്നത്. കല എന്നത് ദേവതയുടെ ചൈതന്യത്തിന്റെ അംശമാണ് കല. കാമേശ്വരി, ഭഗമാലിനി, നിത്യക്ലിന്ന, ഭേരുണ്ട, വന്യവാസിനി, വജ്രേശ്വരി, ശിവദൂതി, ത്വരിത, കുലസുന്ദരി, നിത്യ, നീലപതാക, വിജയ, സർവമംഗള, ജ്വാലാമാലിനി, ചിത്ര എന്നിവരാണ് 15 തിഥി ദേവതകൾ. ഈ തിഥിരൂപങ്ങളാണ്, കാലത്തിന്റെ പ്രതീകങ്ങളാണ് ഈ കലകൾ. പൂർണ്ണചന്ദ്രനിൽ നിന്നും ഓരോ ദിവസം ഓരോ കണക്കിന് കലകൾ കുറഞ്ഞേ വരുന്നു. പ്രധാന വസ്തുക്കൾ ബ്രഹ്മാവ് കരണ്ടകത്തിൽ നിറയ്ക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നതായും അപ്രകാരം ഒഴിഞ്ഞുപോയ ചന്ദ്രമണ്ഡലത്തെ ദേവിക്ക് വേണ്ടി ബ്രഹ്മാവ് വീണ്ടും നിറയ്ക്കുന്നതായി വർണ്ണിച്ചിരിക്കുന്നു. ഈ ശ്ലോകത്തിന്റെ ഫലശ്രുതി: പ്രശസ്തി ഉണ്ടാകുന്നു, മുഖത്തിന് തേജസ് ഉണ്ടാകുന്നു, മോക്ഷം എളുപ്പമാകുന്നു. 95-ാമത്തെ ശ്ലോകം. 92-ാമത്തെ ശ്ലോകം മുതൽ ദേവിയുടെ മഹിമ വർണ്ണിച്ചുകൊണ്ടേയിരിക്കുകയാണ് കവി. എത്ര വർണ്ണിച്ചിട്ടും മതിയാകുന്നില്ല. ഇത്രയും മാഹാത്മ്യം ദേവിക്കുണ്ട്. അത് ഇത്രയും ശ്ലോകങ്ങളിൽ വർണ്ണിക്കുകയാണ്. കേശാദിപാദ വർണ്ണന കഴിഞ്ഞതിന് ശേഷം മഹാത്മ്യ വർണ്ണന അതിപ്രസിദ്ധമാണ്. ഇന്ദ്രാദി ദേവന്മാർക്ക് പോലും ദേവിയുടെ പാദപൂജ ചെയ്യുവാൻ പ്രയാസമാണ്. ഇന്ദ്രാദി ദേവന്മാർക്ക് പോലും പാദപൂജ ചെയ്യുവാൻ കുറച്ച് വിഷമമാണ്.
ഇതാണ് ആചാര്യസ്വാമികൾ പറയുന്നത്. പുരാരാധേരന്തപുരമസി തതസ്ത്വച്ചരണയോ സപര്യാമര്യാദ തരളകർണാനാമസുലഭ തഥാഹ്യത്തെ നീതാഹ ശതമഖമുഖാഃ സിദ്ധിമതുലാം തവ ദ്വാരോപാന്തസ്ഥിതിഭിരണിമാദ്യാഭിരമരാഃ പുരാരാധേരന്തപുരമസി തതസ്ത്വച്ചരണയോ സപര്യാമര്യാദ തരളകരണാനാമസുലഭ തഥാഹ്യേതേ നീതാഃ ശതമുഖമുഖാഃ സിദ്ധിമതുലാം തവ ദ്വാരോപാന്തസ്ഥിതിഭിരണിമാദ്യാഭിരമരാഃ പുരാരാധേഃ അന്തഃപുരം അസി തതഃ ത്വച്ചരണയോഃ സപര്യാമര്യാദ തരളകരണാനാം അസുലഭ തഥാ ഹി ഏതേ നീതാഃ ശതമഖമുഖാഃ സിദ്ധിം അതുലാം തവ ദ്വാരോപാന്തസ്ഥിതിഭിः അണിമാദ്യാഭിः അമരാഃ. പുരാരാധേഃ അന്തഃപുരം, പുരാരാധേരന്തഃപുരം, അന്തഃപുരം അസി, അന്തഃപുരമസി, തതഃ ത്വച്ചരണയോഃ തതസ്ത്വച്ചരണയോഃ തരളകരണാനാം അസുലഭ തരളകരണാനാമസുലഭ ഹി ഏതേ ഹ്യേതേ, ഹി പ്ലസ് ഏതേ ഹ്യേതേ, സിദ്ധിഃ അതുലാം സിദ്ധിം അതുലാം സിദ്ധിമതുലാം സ്ഥിതിഭിः അണിമാദ്യാഭിः സ്ഥിതിഭിः അണിമാദ്യാഭിः സ്ഥിതിഭിരണിമാദ്യാഭിः സ്ഥിതിഭിരണിമാദ്യാഭിः അണിമാദ്യാഭിः അമരാഃ അണിമാദ്യാഭിരമരാഃ. അന്വയം. പുരാരാധേഃ അന്തഃപുരം, പുരാരാധേഃ അന്തഃപുരം അസി തതഃ ത്വച്ചരണയോഃ സപര്യാമര്യാദ തരളകരണാനാം അസുലഭ തഥാ ഹി ഏതേ ശതമഖമുഖാഃ അമരാഃ തവ ദ്വാരോപാന്തസ്ഥിതിഭിः അണിമാദ്യാഭിः അതുലാം സിദ്ധിം നീതാ. നീതാ. പുരാരാധേഃ അന്തഃപുരം അസി പുരുഷോ. പുരാരാധേഃ അന്തഃപുരം അസി തതഃ ത്വച്ചരണയോഃ സപര്യാമര്യാദ തതഃ ത്വച്ചരണയോഃ സപര്യാമര്യാദ തരളകരണാനാം അസുലഭ തരളകരണാനാം അസുലഭ തഥാ ഹി ഏതേ ശതമഖമുഖാഃ അമരാഃ ഏതേ ശതമഖമുഖാഃ അമരാഃ തവ ദ്വാരോപാന്തസ്ഥിതിഭിः അണിമാദ്യാഭിः അതുലാം സിദ്ധിം നീതാ. അതുലാം സിദ്ധിം നീതാ. അണിമാദ്യാഭിः അതുലാം സിദ്ധിം നീതാ. പുരാരാധേഃ അന്തഃപുരം അസി തതഃ ത്വച്ചരണയോഃ സപര്യാമര്യാദ തരളകരണാനാം അസുലഭ തഥാ ഹി
ഏതേ ശതമഖംഖാഃ അമരാഃ തവ ദ്വാരോപാന്തസ്ഥിതിഭിഃ അണിമാദ്യാഭിഃ അതുലാം സിദ്ധിം നീതാ. അല്ലയോ അമ്മേ, പുരാരാധേഹേ, പുരങ്ങളുടെ അരാധി ശത്രു, ത്രിപുരം ധരിപ്പിച്ച പരമശിവന്റെ പുരാരാധേഹേ, അരാധിയുടെ ഷഷ്ടി ഏകവചനമാണ് അരാധേഹേ, പരമശിവന്റെ അന്തഃപുരമസി, അന്തഃപുര നായികയാകുന്നു അമ്മ ദേവി, അന്തർജനമാകുന്നു അന്തഃപുരത്തിലെ നായിക. അന്തഃപുരം അസി, അസി നീ ഭവിക്കുന്നു, അതാണ് അസി. തതഃ ത്വച്ചരണയോഹോ സപര്യാമര്യാദ തരളകരണാനാം അസുരഭ. അതുകൊണ്ട് നിന്തിരുവടിയുടെ ചരണയോഹോ, തൃപ്പാദങ്ങളുടെ സപര്യാമര്യാദ, സപര്യ എന്നാൽ പൂജ എന്നർത്ഥം, പൂജയുടെ മര്യാദ, പൂജാവിധികൾ എന്നർത്ഥം, പൂജാസമ്പ്രദായം. തരള കരണാനാം, ചഞ്ചല ചിത്തന്മാർക്ക്, എപ്പോഴും മനസ്സ് ചഞ്ചലമായിക്കൊണ്ടിരിക്കുന്നവർക്ക്, അസുലഭ, സുലഭമായി കിട്ടുന്നില്ല, സുലഭമല്ല. തഥാഹി, അപ്രകാരം തന്നെ, അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ, ഏതേ ശതമഖംഖാഃ അമരാഃ, ഇവരാകുന്ന ഇന്ദ്രാദിദേവന്മാർ എന്ന് പറഞ്ഞാൽ ഇന്ദ്രാദിദേവന്മാരാകുന്ന ഈ ദേവതമാര്, തവ ദ്വാരോപാന്തസ്ഥിതിഭിഃ അണിമാദ്യാഭിഃ അതുലാം സിദ്ധിം നീതാ. ഈ ഇന്ദ്രാദിദേവന്മാർ ശതമഖൻ, ശതം 100, മഖം യാഗം, 100 യാഗം ചെയ്തവനാണ് ശതമഖൻ. ശതമഖം, ശതമഖമുഖാഃ, ഇന്ദ്രാദി ദേവന്മാർ തുടങ്ങിയവർ. അമരാഹ, ദേവന്മാര്, തവ നിന്തിരുവടിയുടെ ദ്വാരോപാന്തസ്ഥിതിഭിഃ, ഭവനദ്വാര സമീപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ദേവിയുടെ ഗൃഹത്തിന്റെ ഭവനത്തിൽ ഈ ദേവതമാര് സ്ഥിതി ചെയ്യുന്നു. അണിമാദ്യാഭിഃ അതുലാം സിദ്ധിം നീതാഃ, അണിമ തുടങ്ങിയ സിദ്ധിദേവതകളോടുകൂടി തുല്യമല്ലാത്ത സിദ്ധിയെ പ്രാപിച്ചു. ഈ ദേവതമാര് ദേവിയുടെ ആ ഗ്രഹത്തിന്റെ സമീപത്ത് നിന്നുകൊണ്ട് അണിമാദി ദേവതമാരുടെ സിദ്ധികളെ പ്രാപിച്ചിരിക്കുന്നു. ദേവിയുടെ അടുത്തേക്ക് അവർക്ക് വരാൻ സാധിച്ചിട്ടില്ല. ത്രിപുരസുന്ദരിയായ അല്ലയോ അമ്മേ, നിന്തിരുവടി ത്രിപുരാന്തകന്റെ പട്ടമഹിഷിയാകുന്നു, അന്തർജനമാകുന്നു, അകത്തുള്ള ജനമാകുന്നു. അതാണ് അന്തർജനം. അകത്തെ കാര്യങ്ങൾ മുഴുവനും ഈ ദേവിക്ക് മാത്രമേ അറിയാൻ പാടുള്ളൂ, അന്തർജനമാകുന്നു. അതുകൊണ്ട് നിന്തിരുവടിയുടെ ചരണങ്ങളുടെ പൂജാവിധി തരളകരണന്മാർക്ക് ദുർലഭമാകുന്നു എന്ന് പ്രസിദ്ധമാണ്. അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ, ലളിതാസഹസ്രനാമം. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. തരളകരണന്മാർക്ക് ദുരാരാധ്യ, ഒരു നാമം വേറെ ഉണ്ട്, ദുരാരാധ്യ, ദുർലഭമായി ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ദേവേന്ദ്രാദികൾ നിന്തിരുവടിയുടെ ഭവന ദ്വാര സമീപത്തിൽ സ്ഥിതി ചെയ്യുന്ന അണിമാദികളോട് ആ സദൃശമായ സിദ്ധിയെ പ്രാപിച്ചവരായി ഭവിച്ചു. ദേവിയുടെ ഗൃഹത്തിന്റെ ദ്വാരസമീപത്തിൽ ആണ് ഇവർ സ്ഥിതി ചെയ്യുന്നത്. അവിടെയുള്ള അണിമാദികളോട് സദൃശമായ സിദ്ധിയെ പ്രാപിച്ചു. ആ അണിമാദി ദേവതമാര്, ദേവേന്ദ്രൻ മുതലായ ദേവതമാർക്ക് സിദ്ധികളെ ദാനം ചെയ്തു. അവിടെ നിന്നു, പിന്നെ അകത്തേക്ക് പ്രവേശിച്ചിട്ടില്ല. ദേവിവാസന തരളകരണന്മാരായ വ്യക്തികൾക്ക് ദുർലഭമാണ്. ചഞ്ചല മനസ്സുകൾക്ക് ഇത് വളരെ ക്ലേശമാണ്, പെട്ടെന്ന് സത്യമല്ല. സഹസ്രനാമത്തില് അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ, ഈ രണ്ട് നാമങ്ങളെ കൊണ്ട് ഈ ആശയം അവിടെ വ്യക്തമാക്കുന്നു. ഉള്ളിലേക്ക് നോക്കാൻ കഴിവുള്ളവർക്ക് ദേവിയെ ആരാധിക്കുവാൻ കഴിയും. ബഹിർമുഖന്മാർക്ക് ദേവി ദുർലഭയാണ്. ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ബാഹ്യപ്രപഞ്ചവുമായി പ്രതികരിക്കുവാനുള്ള ഉപാധികളാണ്. ബഹിർമുഖത്വം ദേവീ ചൈതന്യത്തെ ഉൾക്കൊള്ളുന്നതിനെ പൂർണ്ണമായി തടസ്സപ്പെടുത്തുന്നു എന്ന് ഇതിനർത്ഥമല്ല. നമ്മൾ മിക്കവാറും ബഹിർമുഖന്മാരാണ്, അന്തർമുഖന്മാരായി വർത്തിക്കാൻ നമുക്ക് സാധ്യമല്ല. നമ്മളെല്ലാം സാധാരണ ഭക്തന്മാർ. ഇങ്ങനെയുള്ളവർക്ക് ഈ ദേവിയുടെ അനുഗ്രഹം കുറവാണ് കിട്ടുന്നത് എന്ന് അർത്ഥമെടുക്കരുത്, തെറ്റിദ്ധാരണത്തിൽ വരാൻ പാടില്ല. സാധാരണഗതിയിൽ ലൗകിക താല്പര്യങ്ങൾ ബഹിർമുഖത്വം കൊണ്ട് ഉണരുന്നു. തരള കരണന്മാർ എന്ന് ഇവിടെ പറഞ്ഞത്
ഇന്ദ്രിയ നിഗ്രഹം സാധിക്കാത്ത ചഞ്ചലചിത്തന്മാരെ ഉദ്ദേശിച്ചാണ്. പ്രപഞ്ചരൂപത്തിൽ ഭവിച്ച ത്രിപുരാന്തകന്റെ അന്തഃപുരമായി ദേവിയെ ശ്ലോകത്തിൽ വിവരിച്ചിരിക്കുന്നു. ഒരു ചക്രവർത്തിയുടെ പട്ടമഹിഷി അന്തഃപുരത്തിൽ കഴിയുന്ന ചിത്രം ഈ പ്രയോഗത്തിൽ കാണുന്നു. ചക്രവർത്തിയുടെ പട്ടമഹിഷിയെ, ഭാര്യയെ നേരിൽ ചെന്ന് കാണാൻ സാമന്ത രാജാക്കന്മാർക്ക് എളുപ്പമല്ല. ദ്വാരപാലകരുടെ അനുവാദമുണ്ടെങ്കിലേ അത് സാധിക്കുകയുള്ളൂ. ഉള്ളിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് ദ്വാരപാലകന്മാർക്ക് പെരുമാറാൻ സാധ്യമാവുകയുള്ളൂ. ശ്രീചക്രത്തിന്റെ ബിന്ദുസ്ഥാനത്ത് ശിവശക്തി ഐക്യരൂപിണിയായി സ്ഥിതി ചെയ്യുന്ന ത്രിപുരസുന്ദരിയെ പ്രാപിക്കണമെങ്കിൽ ഭൂപുരത്തിൽ 4 വാതിലുകളിൽ ഏതെങ്കിലും ഒന്നിലൂടെ കടക്കണം. ഒരു രാജാവിനെ കാണണമെങ്കിൽ സാമന്ത രാജാക്കന്മാർക്ക്, അല്ലെങ്കിൽ ഒരു ചക്രവർത്തിയെ കാണണമെങ്കിൽ ആ പരിസര ദേശവാസികളായിരിക്കുന്ന രാജാക്കന്മാർക്ക് പെട്ടെന്ന് കാണാൻ സാധ്യമല്ല. അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരിക്കും. ആ സെക്യൂരിറ്റിയോട് കാര്യം പറയണം, ഞങ്ങളിങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു. ഈ വിവരം, ഈ ഒരു വാർത്ത ചക്രവർത്തിയെ ഈ കിങ്കരൻ അല്ലെങ്കിൽ ആ സഹായിയായിരിക്കുന്ന ഹെൽപ്പർ പോയി പറയുന്നു. അതിനുശേഷമാണ് അനുവാദം കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഭൂപുരത്തിന്റെ 4 വാതിലുകളിൽ ഏതെങ്കിലും ഒന്നിലൂടെ കടന്നാൽ മാത്രമേ ദേവിയെ നമുക്ക് സമീപിക്കാൻ സാധ്യമാവുകയുള്ളൂ. അവിടെ അണിമാദികളായ ദശസിദ്ധികൾ ദേവിയെ സേവിച്ചു നിൽക്കുന്നു. ഇതിനു മുമ്പ് ഇത് വ്യാഖ്യാനിച്ചിട്ടുള്ളതാണ്. തരളകരണനായ ഉപാസകൻ പുണ്യം കൊണ്ട് അവിടം വരെ എത്തുമ്പോൾ സിദ്ധികളുമായി ബന്ധപ്പെടും. ഇതൊരു സാധാരണക്കാരനായ ഭക്തന്റെ അനുഭവമാണ് വർണ്ണിക്കുന്നത്. ദേവിവാസന തീവ്രമായ ഭക്തിയോടുകൂടി ചെയ്തു തുടങ്ങുന്ന സമയത്ത് സാധകന് പല അനുഭവങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. സാധകനും സാധകയ്ക്കും ഈ ഒരു അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഈ സമയത്ത് സിദ്ധികൾ കൈവശം വരുന്നു. സിദ്ധികൾ കൈവശം വന്നു തുടങ്ങുന്ന സമയത്ത് സാധകന് തെറ്റിദ്ധാരണ ഉണ്ടാകുന്നു. ദേവിയുടെ അനുഗ്രഹം മുഴുവനും കിട്ടിത്തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു തെറ്റിദ്ധാരണ സംഭവിക്കുന്നു. ഇങ്ങനെ പ്രതിദിനം അണിമാതി സിദ്ധിദേവതകളുടെ അനുഗ്രഹമുണ്ടെങ്കിൽ സിദ്ധികൾ ദേവിമാര് തരുന്നുണ്ടായിരിക്കും. ഇതിൽ ഭ്രമിച്ചു പോകുന്നു ഒരു ഉപാസകൻ. അതാണ് ഇവിടെ പറയുന്നത്. തരളകരണനായ ഉപാസകൻ പുണ്യം കൊണ്ട് അവിടം വരെ എത്തുമ്പോൾ സിദ്ധികളുമായി ബന്ധപ്പെടുന്നു. ആ സിദ്ധികളുമായുള്ള പരിചയം കിട്ടിക്കഴിയുമ്പോൾ ഉപാസകൻ സിദ്ധനായിത്തീരുന്നു. മറ്റു മനുഷ്യർക്ക് അസാധ്യമായ പല അത്ഭുത സിദ്ധികളും അങ്ങനെയുള്ളവർക്ക് സ്വായത്തമാകുന്നു. പക്ഷേ സിദ്ധികളിൽ ഭ്രമിച്ചാൽ ദേവിയുടെ നേർക്കുള്ള യാത്ര തടസ്സപ്പെടുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ലക്ഷ്യം തന്നെ മറന്നുവെന്ന് വരാം. ഇതൊക്കെ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് ചരണയോഹോ സപര്യാമര്യാദ തരളകരണാനാമസുലഭ എന്ന് പറഞ്ഞിരിക്കുന്നത്. മുമ്പ് സൂചിപ്പിച്ച ഇന്ദ്രിയ വാസനകളെ നിയന്ത്രിക്കുകയും ദേവീചരണങ്ങളിൽ മനസ്സുറപ്പിക്കുകയും ചെയ്യുമ്പോൾ കരണതാരുല്യം ഇല്ലാതെയാവുകയും അപ്പോൾ ദേവിയുടെ ചരണ സപര്യാമര്യാദകൾ വാസകന് വഴങ്ങുകയും ചെയ്യുന്നു. ഇന്ദ്രാദികളായ ദേവന്മാർ ദേവിയുടെ ഭവനദ്വാരത്തിന്റെ അടുത്തുവരെ എത്തിച്ചേരുകയുള്ളൂ, അവിടെ എത്തിച്ചേരാറുള്ളൂ. അവർക്ക് ഭവനദ്വാര സമീപത്തിൽ കാത്തു നിൽക്കുന്ന അണിമാദികളായ ദശസിദ്ധികളോടാണ് ബന്ധം കാണുന്നത്. ആ സിദ്ധികളിൽ ചിലതൊക്കെ അങ്ങനെ ഇന്ദ്രാദികൾക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ദ്രാദികൾക്ക് ദേവീഭവന ദ്വാരത്തിൽ ശാശ്വത സ്ഥിതിയില്ല. അതുകൊണ്ട് തന്നെ അണിമാദികൾക്ക് തുല്യമായ സിദ്ധി ഇന്ദ്രാദികൾക്കില്ല. ഇവിടെ ഇന്ദ്രനെ കുറിക്കുവാൻ വേണ്ടി ശതമഖ എന്ന ശബ്ദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 100 യാഗം നടത്തിയവൻ എന്നർത്ഥം. 100 യാഗം നടത്തി ദേവേന്ദ്ര പട്ടം നേടാൻ കഴിഞ്ഞേക്കും. ദേവീചരണ പൂജാ സമ്പ്രദായം അതുകൊണ്ട് ലഭിക്കണമെന്നില്ല. തരളകരണത്വം ഇല്ലാതാകുകയാണ് വേണ്ടത്. അന്തർമുഖത്വം കൊണ്ട് മാത്രമേ ദേവിയെ പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. ചഞ്ചല ഹൃദയന്മാർക്ക് ദേവത്വം നേടിയാലും അങ്ങേയറ്റമെത്താൻ കഴിയുന്നത് ദേവിയുടെ ദ്വാരോപാന്തം വരെ മാത്രമാണ്. ഇതാണ് ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. ഉപാസന കൂടി തുടങ്ങുന്ന സമയത്ത് സിദ്ധികൾ അനവധി വന്നു ചേരും. ചിലത് സ്വപ്നത്തിൽ കാണാൻ സാധിക്കും. നാളെയോ മറ്റന്നാളോ സംഭവിക്കേണ്ട കാര്യങ്ങൾ സ്വപ്നത്തിൽ നമുക്ക് ദർശനമുണ്ടാക്കി തരും. ഈ സമയത്ത് നമ്മൾ അഹങ്കരിക്കാറുണ്ട്. എനിക്ക് ദേവിയുടെ അനുഗ്രഹം ഉണ്ടായി തുടങ്ങി. ഇത് പലരോടും പറയുവാൻ തോന്നും. ചിലരിത് മറച്ചു വെക്കുകയും ചെയ്യും.
ഈ വിഷയം തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ ആത്മോപദേശ ശതകത്തിൽ കൂടി കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തെരുതെരെ വീണു വണങ്ങി ഊതിടേണം. ആചാര്യസ്വാമികൾ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് ഗുരുദേവ കൃതിയിലും പറഞ്ഞു തന്നിരിക്കുന്നത്. കണ്ണുകൾ അഞ്ചും ഉള്ളടക്കണം. എല്ലാ ഇന്ദ്രിയങ്ങളും, കണ്ണ്, വായ്, മൂക്ക്, ചെവി എല്ലാം ഉള്ളടക്കിക്കൊണ്ട്, ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തെരുതെരെ വണങ്ങി വീണു ഊതിടേണം. തെരുതെരെ വണങ്ങണം, എപ്പോഴും വണങ്ങിക്കൊണ്ടിരിക്കണം. ഊതിടേണം, ഊതുക എന്ന് പറഞ്ഞാൽ ജപിക്കുക, നാമം ജപിച്ചുകൊണ്ടേയിരിക്കണം. ബഹിർമുഖ സമാരാധ്യയായ ദേവിയെ അന്തർമുഖ സമാരാധ്യയായി ആ ഉപാസകന് കിട്ടണം. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? എല്ലാ ബാഹ്യ വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ മാറ്റിയതിന് ശേഷം ദേവിയിലേക്ക് മനസ്സ് കോൺസെൻട്രേഷൻ കൊടുക്കുക. ദേവിയിലേക്ക് ഈ കോൺസെൻട്രേഷൻ കൊടുക്കണമെങ്കിൽ ഒരു സാധാരണക്കാരന് പറ്റുകയില്ല, ഒരു ഭക്തന് സാധ്യമല്ല. അതിന് ഗുരുവിന്റെ അനുഗ്രഹമാണ് വേണ്ടത്. ആ ഗുരുവിന്റെ അനുഗ്രഹമാണ് ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി 3-4 ശ്ലോകത്തോടു കൂടി ഈ അനുഗ്രഹം പൂർണ്ണമായിരിക്കും. പുരാരാധേർ അന്തഃപുരമസി എന്ന പ്രയോഗത്തില് പുരാരാധിയുടെ ഹൃദയം തന്നെയാണ് ദേവി എന്നും അർത്ഥം പറയാം. ഇത് കൂടുതൽ സമീചീനവുമാണ്. ദേവി പൂജാ സമ്പ്രദായങ്ങൾ നിരവധിയാണ്. അതിന് ഉപയോഗിക്കുന്ന മന്ത്രങ്ങളും യന്ത്രങ്ങളും പൂജാക്രമങ്ങളും വളരെ വ്യത്യസ്തമായി തന്നെയുണ്ട്, പരസ്പര വിരുദ്ധമായും കാണുന്നു. ഇവയിൽ ഏതെങ്കിലും ശീലിക്കുവാൻ ഗുരുപദേശവും നിരന്തരമായ സാധനയും സർവോപരി സുഹൃതവും വേണം. കഴിഞ്ഞ ജന്മത്തിൽ കുറച്ച് പുണ്യകർമ്മങ്ങൾ ചെയ്തവർക്ക് മാത്രമേ ഈ ജന്മത്തിൽ ദേവി ഉപാസനയ്ക്ക് ആഗ്രഹം ജനിക്കുകയുള്ളൂ. അകൃത പുണ്യ പ്രഭവതി ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പുണ്യം ചെയ്യാത്തവന് ഇതെങ്ങനെയാണ് സാധിക്കുക? അതില്ലാത്തവരാണ് തരളകരണന്മാരായി പോകുന്നത്. പക്ഷെ നിരന്തര അഭ്യാസം കൊണ്ട് ചഞ്ചലം ഹി മനഃകൃഷ്ണ പ്രമാധി ബലവദൃഢം. കൃഷ്ണനോട് അർജുനൻ ചോദിക്കുകയാണ്, അങ്ങ് ഈ പറഞ്ഞു തരുന്ന ഉപദേശങ്ങളൊന്നും എനിക്ക് ദഹിക്കുന്നില്ല ഭഗവാനെ, ഞാൻ എന്താണ് ചെയ്യുന്നത്? ചഞ്ചലം ഹി മനഃകൃഷ്ണ, പ്രമാധിയാണ്, ഇത് മഥിക്കുന്നതാണ്. തൈര് കടയുന്ന സമയത്ത് ആ കടപോലിട്ട് മഥിക്കുന്നത് പോലെ മനസ്സിങ്ങനെ മഥിച്ചുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണ. ബലവത്താണിത്, ദൃഢമാണ്. വായോരിവസു ദുഷ്കരം. നീളമുള്ള റോട്ടിൽ കൂടി കാറ്റ് വരുന്ന സമയത്ത് ഒരു കരിയിലയെ കിലോമീറ്റർ ദൂരം പറത്തിക്കൊണ്ടുപോകുന്നു കാറ്റ്. ഇങ്ങനെ ആ കരിയിലയാണ് എൻ്റെ മനസ്സ് കൃഷ്ണ, ഞാൻ എന്താണ് ചെയ്യുന്നത്? അതിന് മറുപടിയായിട്ട് കൃഷ്ണൻ പറയുന്നു, അഭ്യാസേനച്ച വൈരാഗ്യേനച്ച ദൃശ്യത്തെ. നിന്റെ അഭ്യാസം കൊണ്ടും വൈരാഗ്യം ബുദ്ധി കൊണ്ടും നിനക്കത് സാധിക്കും അർജുന, ഇത് ഉറപ്പാണ്. അടിവരയിട്ട് ഭഗവാൻ പറയും. ഒരു കല്ലിന്റെ മുകളിൽ, പാറയുടെ മുകളിൽ ഒരു കുടം വെള്ളം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും പാറയ്ക്കൊന്നും തന്നെ സംഭവിക്കുന്നില്ല. 100 ദിവസം വെച്ചാൽ അവിടെ തേയ്മാനം സംഭവിക്കുന്നത് പോലെ നിന്റെ മനസ്സിനെ മാറ്റാൻ പറ്റും അർജുന എന്ന് കൃഷ്ണൻ പറയുന്നത് തന്നെ ജഗദ്ഗുരുവായിരിക്കുന്ന ശങ്കരാചാര്യർ പറയുന്നു. ഇത് പഠിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ മനസ്സിന് മാറ്റാൻ സാധിക്കും. ഇത് നിശ്ചയമാകും. ഈ ശ്ലോകത്തിന്റെ ഫലശ്രുതി പറയുന്നത് ഞരമ്പ് രോഗങ്ങൾ ശമിക്കുന്നു, കടബാധ്യത സാവധാനത്തിൽ തീരാൻ സാധ്യമാകും, പാപങ്ങൾ നശിക്കുന്നു, കവിത്വ ശക്തി ഉണ്ടാകും, കവിത എഴുതുവാനുള്ള സിദ്ധി കിട്ടും. 96-ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദേവിയുടെ അനുപമമായ മഹാത്മ്യം വർണ്ണിച്ച് മതിയാകുന്നില്ല കവിക്ക്. അത് വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കും. ദേവി മഹാലക്ഷ്മിയെക്കാളും സരസ്വതിയെക്കാളും ഉയർന്ന സ്ഥാനത്തിലാണ് ഉള്ളത്. അതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് അനന്യഭക്തി ഉണ്ടാകുവാൻ വേണ്ടി, ഏകാന്ത ഭക്തി, ഒറ്റ ദേവിയിലേക്ക് നമ്മളുടെ ചിന്തകൾ, ആ മനസ്സിനെ ലയിപ്പിക്കുവാൻ വേണ്ടി ആരെ ഭജിക്കണമെന്ന ശങ്ക നമ്മുടെ ഉള്ളിൽ ഇല്ലാതെയാക്കി ദേവിയെയാണ് ഈ ദേവിയെ പറ്റി പറയുന്നത്. അനവധി ദേവസങ്കല്പങ്ങളും ദേവീ സങ്കല്പങ്ങളും ശാസ്ത്രത്തിൽ പറയുന്നു. മഹാലക്ഷ്മി, സരസ്വതി, ഇങ്ങനെ പല പേരുകളിലാണ് ഈ ദേവിമാർ പറയുന്നത്. ഏത് ദേവിയെയാണ് ഞാൻ ഉപാസിക്കേണ്ടത്, ഏത് ദേവിയെയാണ് ഞാൻ ഉപാസിക്കേണ്ടത്, ഈ ഒരു സംശയം എല്ലാ സാധകന്മാർക്കും സംഭവിക്കാറുണ്ട്. ഈ സംശയത്തിന് ഇവിടെ പ്രസക്തിയില്ല. ഇത് തന്നെയാണ് വേണ്ടത് എന്ന് നമ്മളെ ഉറപ്പിക്കുന്ന ആ ഒരു ശ്ലോകമാണ് ഈ 96-ാമത്തെ ശ്ലോകം. എല്ലാ ദേവീദേവന്മാരിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠയായവൾ പാർവതി എന്ന ബോധം ഉപാസകന്മാർക്ക് ഉണ്ടാവണം. ഇതിനെയാണ് ഇളകാത്ത ഭക്തി എന്ന് പറയുന്നത്.
അവ്യഭിചാരിണി ഭക്തി എന്നാണ് പേര്. അവ്യഭിചാരിണി ഭക്തി, വ്യഭിചാരമില്ലാതെ ഒരാളിലേക്കുള്ള ഭക്തി എന്ന പേര് അറിയപ്പെടും. മറ്റൊരു ദേവതമാരിലും ചായ്വ് വരേണ്ട കാര്യമില്ല. ഈ ഒരു ദേവിയെ ഉപാസിച്ചു കഴിഞ്ഞാൽ ഈ ദേവിയുടെ അവതാരങ്ങളാണ് മറ്റ എല്ലാ ദേവതമാരും. അതുകൊണ്ട് ഒരു ദേവിയുടെ ആരാധനയിലേക്ക് മനസ്സ് ലയിപ്പിക്കുക. 96-ാമത്തെ ശ്ലോകം. കളത്രം വൈധാത്രം കതി കതി ഭജന്തേ ന കവയഃ ശ്രിയോ ദേവ്യാഃ കോവാ ന ഭവതി പതി കൈരവിധനൈഃ മഹാദേവം ഹിത്വാ തവ സതി സതീനാമചരമേ കുജാഭ്യാം ആസംഗ ഉരവകതരോപ്യസുലഭഃ ഉരവകതരോപ്യസുലഭഃ കളത്രം വൈധാത്രം കതി കതി ഭജന്തേ ന കവയഃ ശ്രിയോ ദേവ്യാ കോവാ ന ഭവതി പതി കൈരവിധനൈഃ മഹാദേവം ഹിത്വാ തവ സതി സതീനാമചരമേ കുജാഭ്യാം ആസംഗഃ കരവകതരോപ്യസുലഭഃ കൈഃ അപി കൈരപി കളത്രം വൈധാത്രം കതി കതി ഭജന്തേ ന കവയഃ ശ്രിയഃ ദേവ്യാഃ കോ വാ ന ഭവതി പതിഃ കൈഃ അപി ധനൈഃ മഹാദേവം ഹിത്വാ തവ സതി സതീനാമ ചരമേ കുജാഭ്യാം ആസംഗഃ കുരവകതരഃ അപി അസുലഭഃ കൈഃ അപി കൈരപി സതീനാം അചരമേ സതീനാമചരമേ. അവിടെ സതീനാമചരമേ എന്നല്ല പ്രയോഗിക്കേണ്ടത്, സതീനാം അചരമേ. ചൊല്ലുന്ന സമയത്ത് തെറ്റാൻ സാധ്യതയുണ്ട്. തവ സതി സതീനാമചരമേ എന്ന് ചൊല്ലുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഭവതി തവ സതി സതീനാം അചരമേ, അങ്ങനെയാണ് ഭാവം വേണ്ടത്. കുജാഭ്യാം ആസംഗഃ കുജാഭ്യാം ആസംഗഃ കുരവകതരഃ അപി കുരവകതരോപി അപി സുലഭഃ അപി അസുലഭഃ അപ്യസുലഭഃ. അന്വയം. ഹേ സതി വൈധാത്രം കളത്രം കതി കതി കവയഃ ന ഭജന്തേ ശ്രിയോ ദേവ്യാഃ കൈരപി ധനൈഃ കോ വാ പതി ന ഭവതി സതീനാം അചരമേ മഹാദേവം ഹിത്വാ തവ കുജാഭ്യാം ആസംഗഃ കുരവകതരഃ അപി അസുലഭഃ. ഹേ സതി വൈധാത്രം കളത്രം കതി കതി കവയഃ. ഹേ സതി വൈധാത്രം കളത്രം കതി കതി കവയഃ ന ഭജന്തേ കതി കതി കവയഃ ന ഭജന്തേ. ശ്രിയഃ ദേവ്യാഃ ശ്രിയോ ദേവ്യാഃ. രണ്ട് തരത്തിലും എഴുതാം. ശ്രിയോ ദേവ്യാഃ കതി കതി കവയഃ ന ഭജന്തേ, അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുക. ശ്രിയോ ദേവ്യാഃ കൈരപി ധനൈഃ കൈരപി ധനൈഃ കോ വാ പതി ന ഭവതി കോ വാ പതി ന ഭവതി കൈരപി ധനൈഃ കോ വാ പതിഃ ന കോ വാ പതി ന ഭവതി. സതീനാം അചരമേ സതീനാം അചരമേ കോ വാ പതിഃ ന ഭവതി പുരുഷോ. സതീനാം അചരമേ മഹാദേവം ഹിത്വാ മഹാദേവം ഹിത്വാ മഹാദേവം ഹിത്വാ തവ കുജാഭ്യാം ആസംഗഃ തവ കുജാഭ്യാം ആസംഗഃ
കോ വാ പതിഹി, വിസർഗം വേണം, പതിഹി ന ഭവതി സതീനാം അചരമേ മഹാദേവം ഹിത്വാ തവ കുജാഭ്യാം ആസംഗഃ കുരവകതരോരപി കുരവകതരോരപി അസുലഭഃ. ഹേ സതി വൈധാത്രം കളത്രം കതി കതി കവയഃ ന ഭജന്തേ പൃഷോ ശ്രിയോ ദേവ്യാഃ കൈരപി ധനൈഃ കോവാപതി ന ഭവതി പൃഷോ. സതീനാം അചരമേ, അവിടെ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ടുക, ആശ്ചര്യചിഹ്നം ഇടുക. സതീനാം അചരമേ, സതീനാം അചരമേ മഹാദേവം ഹിത്വാ തവ കുജാഭ്യാം ആസംഗഃ കുരവകതരോരപി കുരവകതരോഹോ അപി അസുലഭഃ. ഹേ സതി, അല്ലയോ പതിവ്രതേ സതി, വൈധാത്രം വിധാവിനെ സംബന്ധിച്ചത്, വിധാവ് ബ്രഹ്മാവ്, ബ്രഹ്മാവിനെ സംബന്ധിച്ച കളത്രം ഭാര്യയെ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിന്റെ ഭാര്യ സരസ്വതി. കളത്രം കശ്മലാത് ത്രായതേ, കശ്മലത്തിൽ നിന്നും രക്ഷയെ തരുന്നു. ഭർത്താവിന്റെ പാപകർമ്മങ്ങളിൽ നിന്നും ഭർത്താവിനെ പിന്തിരിപ്പിക്കുന്നവളാണ് കളത്രം ഭാര്യ എന്ന പദം. അത് കളത്ര ശബ്ദം നപുംസകലിംഗമാണ്. കളത്രം ഭാര്യ സ്ത്രീലിംഗ ശബ്ദമല്ല, നപുംസകലിംഗമായിരിക്കുന്ന പദമാണ്. കശ്മലാത് ത്രായതേ, പാപകർമ്മങ്ങളിൽ നിന്നും സ്വന്തം ഭർത്താവിനെ രക്ഷിക്കുന്നവൾ. നിങ്ങളിത് ചെയ്തത് ശരിയായില്ല, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയെല്ലാം പറഞ്ഞ് രക്ഷിക്കുന്നവളാണ് കളത്രം എന്ന പദത്തിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥം. ആ ഗൃഹിണി ഏകപത്നി വ്രതത്തോടുകൂടി ജീവിക്കുന്നു, ആ സങ്കല്പമാണ് അവിടെ പറയുന്നത്. കതി കതി കവയഃ ന ഭജന്തേ, കളത്രം കതി കതി കവയഃ ന ഭജന്തേ. ആ വിധാതാവിന്റെ ബ്രഹ്മാവിന്റെ ഭാര്യ സരസ്വതി, ആ സരസ്വതിയെ എത്രയെത്ര കവികള് ന ഭജന്തേ, ഭജിക്കുന്നില്ല. കവികൾ, അനവധി കവികൾ സരസ്വതിയെ ഇങ്ങനെ ഭജിച്ചുകൊണ്ടേയിരിക്കും. ശ്രിയോ ദേവ്യാഹ കൈരപി ധനൈഹി കോവാപതി നഭവതി. സരസ്വതിയെ ധ്യാനിക്കുന്ന അനവധി കവികളുണ്ട്. അതുകൊണ്ട് സരസ്വതി പതിവ്രതയല്ല എന്നാണ്. അതുപോലെ തന്നെ ദേവി മഹാലക്ഷ്മി, ശ്രിയോ ദേവ്യാഹ, ശ്രീയുടെ ദേവിക്ക് മഹാലക്ഷ്മിക്ക് കൈരപി ധനൈഹി കോവാപതി നഭവതി, ധനങ്ങളെ കൊണ്ട് ആര് തന്നെ പതിയായി ഭവിക്കുന്നില്ല. സമ്പത്തിന്റെ അധിപനായാൽ ലക്ഷ്മീപതി എന്ന് ചിലർ വിളിക്കും. കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചു കഴിഞ്ഞാൽ ഇയാളൊരു ലക്ഷ്മീപതിയാണ്, ലക്ഷ്മിയുടെ ഭർത്താവാണല്ലോ ഇയാൾ എന്ന് കവികൾ തന്നെ പറയാറുണ്ട്. ഇങ്ങനെ പാർവതിയെ പറയാൻ സാധ്യമല്ല. ലക്ഷ്മി ദേവിക്കും ചില ഭർത്താക്കന്മാരുണ്ട്, സരസ്വതി ദേവിക്കും ചില ഭർത്താക്കന്മാരുണ്ട്. സരസ്വതി ദേവിയുടെ ഭർത്താക്കന്മാർ കവികളാണ്. ലക്ഷ്മി ദേവിയുടെ ഭർത്താക്കന്മാരെന്ന് പറയുന്നത് ധനമുള്ള കുബേരന് തുല്യമായിരിക്കുന്ന ധനമുള്ളവരാണ് ലക്ഷ്മി ദേവിയുടെ ഭർത്താക്കന്മാർ. ഈ രണ്ട് ദേവതമാർക്കും സ്വന്തം ഭർത്താവിനെ വിട്ട് വേറെ ഭർത്താക്കന്മാരുള്ളത് ഉറപ്പാണ്. എന്നാൽ ഇവിടെ പാർവതി ദേവിക്കതില്ല. സതീനാം അചരമേ, പതിവ്രതകളിൽ വെച്ച് അചരമേ, ചരമം എന്ന് പറഞ്ഞാൽ അവസാനം, അചരമം അതിന്റെ എതിര് ഓപ്പോസിറ്റാണ് ആദ്യം എന്നർത്ഥം. സതീനാം അചരമേ, ഒന്നാമത്തെ പതിവ്രത എന്നർത്ഥം. ആദ്യത്തെ പതിവ്രത, അവസാനത്തെ പതിവ്രതയല്ല, ആദ്യത്തെ പതിവ്രത എന്ന് പറഞ്ഞാൽ അഗ്രഗണ്യയായവളെ, ഏറ്റവും ആദ്യം ഗണിക്കപ്പെടേണ്ടവളെ. സതീനാം അചരമേ മഹാദേവം ഹിത്വ, മഹാദേവനെ ഒഴിച്ച് തവ കുജാഭ്യാം ആസംഗഃ, ദേവിയുടെ മാറിടങ്ങളിലുള്ള ആലിംഗനം കുരവവൃക്ഷത്തിന്, കുരവകതരോഹോ അഭി, കുരവവൃക്ഷത്തിന് പോലും സുലഭമല്ല. ചില വൃക്ഷങ്ങൾ സുന്ദരിമാരായിരിക്കുന്ന സ്ത്രീകളെ ആലിംഗനം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അത് പുഷ്പിക്കുകയുള്ളൂ. അങ്ങനെ ദേവിയുടെ ഉദ്യാനത്തിൽ കുറെ വൃക്ഷങ്ങൾ നിൽക്കുന്നുണ്ട്. ഈ വൃക്ഷങ്ങൾ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ ഇത് പുഷ്പിക്കുന്നില്ലല്ലോ. ആ സമയത്ത് ദേവി ആലിംഗനം ചെയ്യണം. ആലിംഗനം ചെയ്തു കഴിഞ്ഞാൽ പാതിപത്യശുദ്ധി നഷ്ടപ്പെടുമോ എന്ന ആ ഒരു പേടി കൊണ്ട് തോഴിമാരെ കൊണ്ടാണ് ഇത് ചെയ്യിപ്പിക്കുന്നത്. ദേവിയുടെ ആലിംഗനത്തിന് അധികാരി പരമശിവൻ മാത്രമേ ഉള്ളൂ. അതാണ് പാതിപത്യശുദ്ധിയുടെ മഹിമ പറയുന്നത്. വൃക്ഷത്തെ പോലും ദേവി ആലിംഗനം ചെയ്യില്ല, തോഴിമാരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയുള്ളൂ. അചേതനമായ വൃക്ഷത്തെ പോലും ആലിംഗനം ചെയ്യില്ല. തൻ്റെ ഭർത്താവിനെ അല്ലാതെ വൃക്ഷത്തിന് പോലും ഇത് സാധ്യമല്ല. ഈ ദേവി പതിവ്രത രത്നമാകുന്നു.
നമുക്ക് ദേവിയെ പ്രാപിക്കണമെങ്കിൽ മഹാദേവനുമായി സായുജ്യം പ്രാപിക്കണം. അല്ലാതെ ദേവിയുടെ ആ അന്തരംഗം നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. അപ്പോൾ എന്ത് വേണം? ആദ്യം മഹാദേവനായിട്ട് തീരണം. എങ്കിൽ മാത്രമേ ദേവിയിലേക്ക് പ്രവേശനമുള്ളൂ. മഹാദേവന് മാത്രമേ ദേവിയുടെ അന്തരംഗം മുഴുവനും അറിയാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും മഹാദേവന്മാരായിട്ട് മാറുക. അതിനുശേഷം ദേവിയിലേക്ക് പ്രവേശിക്കുക. ചെങ്കുറിഞ്ഞി, പൊൻകുറിഞ്ഞി, ഇതാണ് ഈ കുരവവൃക്ഷം എന്ന് പറയുന്നത്. ഇത് സുന്ദരികളായ സ്ത്രീകൾ ആ വൃക്ഷത്തിന്റെ മുമ്പിൽ വന്ന് രണ്ട് കൈകൊണ്ടും ഈ വൃക്ഷത്തെ കെട്ടിപ്പിടിക്കുക. ആ സമയത്ത് ഒരു വൈബ്രേഷൻ ഈ വൃക്ഷങ്ങൾക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതോടുകൂടി ഇവര് പുഷ്പിക്കും. ചില സുന്ദരിമാര് ചവിട്ടിക്കഴിഞ്ഞാലും ചില വൃക്ഷങ്ങൾ പുഷ്പിക്കും. ഇതിനു മുമ്പേ ശ്ലോകത്തിൽ വന്നിട്ടുള്ളതാണ്. പതിവ്രതമാരിൽ അഗ്രഗണ്യായുള്ളവളായ അല്ലയോ സതീദേവി പതിവ്രതേ, ബ്രഹ്മാവിന്റെ ഭാര്യയായ സരസ്വതിയെ എത്രയെത്ര കവികൾ ഭജിക്കുന്നില്ല, എല്ലാവരും ഭജിക്കുന്നു. അല്പധനം കൊണ്ടെങ്കിലും ആര് തന്നെ ലക്ഷ്മി ദേവിക്ക് പതിയായി ഭവിക്കുന്നുണ്ട്. പക്ഷേ നിന്തിരുവടിയുടെ സ്ഥനാലിംഗനം മഹാദേവൻ ഒഴിച്ച് കുരവവൃക്ഷത്തിന് പോലും അസുലഭമാണ്. വിധാതാവിന്റെ കളത്രമാണ് സകലകലാ ദേവിയായ ശ്രീ സരസ്വതി. എങ്കിലും ശ്രദ്ധയോടെ ഉപാസിക്കുന്ന ഒരാൾക്ക് സരസ്വതീപതിയാകാൻ കഴിയുന്നു. ഈ ലോകത്ത് കവികൾ എത്ര പേരുണ്ട്, അവരെല്ലാം തന്നെ സരസ്വതി വല്ലഭന്മാരാണല്ലോ. അതുപോലെ ഏതു ദരിദ്രനും ഒട്ടൊക്കെ ധനം കാണും. വിഷ്ണുപത്നിയായ ശ്രീദേവിക്ക് മിക്കവരും ഇങ്ങനെ പതിയായി ഭവിക്കുന്നു. സരസ്വതീപതിയും ലക്ഷ്മീപതിയും ആകാൻ പലർക്കും കഴിയും. പക്ഷെ മഹാദേവപത്നിയായ ദേവിയുടെ പാതിവൃത്യം ഈ രീതിയിൽ ചഞ്ചലമല്ല. മഹാദേവൻ ഒഴികെ മറ്റാർക്കും ദേവിയുടെ സ്ഥനാലിംഗനം ലഭ്യമല്ല. കുരവക തരുവിനും കൂടി, ആ പൊൻകുറിഞ്ഞി വൃക്ഷത്തിനു കൂടി ആ ഭാഗ്യം കിട്ടുകയില്ല. പ്രസിദ്ധമായ ഒരു കവിസങ്കേതമാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. സുന്ദരികളായിരിക്കുന്ന സ്ത്രീകളുടെ കുജാലിംഗനം കൊണ്ട് കുരവക വൃക്ഷം പൂക്കുന്നു. കുരവക വൃക്ഷത്തെ ആലിംഗനം ചെയ്യുന്നത് കൊണ്ട് പാതിവൃത്യഭംഗം ഒന്നും ഉണ്ടാകുന്നില്ല. ഇതൊരു അചേതനമായ വസ്തുവാണല്ലോ. എങ്കിൽ പോലും ഉദ്യാനത്തിലെ അശോകവൃക്ഷങ്ങൾക്ക് ദോഹദം ചെയ്യുവാൻ മടിക്കാത്ത ദേവി കുരകവൃക്ഷത്തെ ആലിംഗനം ചെയ്യുവാൻ തയ്യാറാകുന്നില്ല. ആ ഭാഗ്യം മഹാദേവന് മാത്രമേ ഉള്ളൂ. വൃക്ഷങ്ങൾക്ക് വേനൽക്കാലത്ത് ചിലപ്പോൾ ദേവി നനയ്ക്കാറുണ്ട്, പക്ഷെ തൊടുന്നില്ല, ആലിംഗനം ചെയ്യുന്നില്ല. ദേവിയുടെ പാതിവൃത്യനിഷ്ഠയോടൊപ്പം ദേവീ പൂജ മഹാത്മ്യവും ഈ ശ്ലോകം സൂചിപ്പിക്കുന്നു. നിരന്തരമായ ശ്രദ്ധയും ധ്യാന മനനാദികളും കൊണ്ട് വ്യക്തിക്ക് കവിയോ ധനവാനോ ആകാൻ കഴിയും. ഇതെല്ലാം ഭൗതികമാണ് കാര്യങ്ങൾ. ബ്രഹ്മാവ്, വിഷ്ണു തുടങ്ങിയ ദേവന്മാരെ ആരാധിക്കുന്നത് കൊണ്ട് ഭൗതികമായ നേട്ടങ്ങൾ എളുപ്പത്തിൽ ലഭിക്കുന്നു. ദേവീ പൂജാരഥന്മാർക്ക് സായുജ്യമുക്തിയാണ് ലഭിക്കുക. അവർ പരമശിവനിൽ വിലയം പ്രാപിച്ചുകൊണ്ടാണ് ഇത് ലയിക്കുന്നത്. ഭൗതിക നേട്ടങ്ങളെക്കാൾ മഹത്വം ആധ്യാത്മിക നേട്ടമാണ്. ആ ദേവിയുടെ പാതിവൃത്യ മഹിമ, പാതിവൃത്യ നിഷ്ഠ എന്ന് പറയുന്നത് വാചാം അഗോചരമാണ്. വാക്കുകളെ കൊണ്ട് പറഞ്ഞറിയിക്കാൻ സത്യമാകുന്നില്ല. ഈ ശ്ലോകത്തിന്റെ ഫലശ്രുതി അന്യന്മാരുടെ മേൽ സ്വാധീനമുണ്ടാകുന്നു, പഴക്കമുള്ള വ്രണങ്ങൾ ശമിക്കുന്നു, മനഃശാന്തി ലഭിക്കുന്നു. 6 മാസം മുമ്പോ 1 കൊല്ലം മുമ്പോ ചിലർക്ക് രോഗങ്ങൾ തുടങ്ങാറുണ്ട്. ഇത് 1 കൊല്ലം കൊണ്ടേ മാറ്റാൻ സാധ്യമാവുകയുള്ളൂ. ഉദാഹരണമായി ഒരു വെളുത്ത നിറം ചില സമയത്ത് നമ്മുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. പാണ്ട് അല്ലെങ്കിൽ അതിന്റെ വകഭേദങ്ങളായിരിക്കുന്ന രോഗമാണ്. ഈ രോഗം 3 മാസം മുമ്പേ അവിടെ തുടങ്ങിയതാണ്. ആ തൊലിയുടെ അകത്ത് തുടങ്ങിയതാണ്. തുടങ്ങിയതിന് ശേഷം 3-6 മാസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ കാണുന്നത്. ഒരു സുപ്രഭാതത്തിൽ നമ്മളത് കാണുന്നു, അയ്യോ എൻ്റെ ശരീരത്തിൽ ഒരു പാണ്ട് പോലെ വന്നിട്ടുണ്ടല്ലോ. ഇത് 3 മാസം 6 മാസം മുമ്പ് തുടങ്ങിയ രോഗമാണെങ്കിൽ 6 മാസം മരുന്ന് കഴിക്കേണ്ടി വരും. അതാണ് പഴയ രോഗങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പാണ്ട് ശരീരത്തിൽ കണ്ടു, ഉദാഹരണമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ 6 മാസം കഷായം കഴിക്കേണ്ടി വരും. എന്നാൽ മാത്രമേ അത് മാറുകയുള്ളൂ. 6 മാസം മുമ്പ് തുടങ്ങിയത് 6 മാസം വേണ്ടി വരുമെന്നാണ് പറയുക. ആയുർവേദത്തിൽ പ്രത്യേകം പറയുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു അസുഖം, ഈ അസുഖം പോലെ വേറെ അസുഖം നിങ്ങൾക്കുണ്ടെങ്കിൽ 10 കൊല്ലമായിട്ട് ഞാൻ ഒരു രോഗിയാണ്, ഇന്ന അസുഖം എന്നെ ബാധിക്കും. ഇങ്ങനെയാണെങ്കിൽ ഈ ശ്ലോകം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 6 മാസം എന്നത് ചിലപ്പോൾ 3 മാസം കൊണ്ട് മാറ്റാം. ആ 3 മാസവും ചിലപ്പോൾ വേണ്ടിവരില്ല. 1 മാസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ മാറാൻ സാധ്യമാകും. പഴകിയ വ്രണങ്ങൾ, പഴകിയ രോഗങ്ങൾ ഈ ശ്ലോകം കൊണ്ട് മാറ്റാൻ സാധ്യമാകും. മനഃശാന്തി ലഭിക്കുന്നു, അന്യരുടെ മേൽ സ്വാധീനം ഉണ്ടാകും.
ഇതാണ് ഈ ശ്ലോകത്തിന്റെ ഫലശ്രുതി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് ഇന്നിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ജയ ജയ ശിവ ദയിതേ ഹരിഹര വിരിഞ്ചനുത ചരിതേ कारय मां कृतपुण्यं तव गुण गानरतं महिते तव गुण गानरतं महिते. सहस्रार कमले सततं विहरहसि धन्ये शिवाकार निजमञ्च विलसिते चिदानन्दमुदिते शरण्ये चिदानन्दमुदिते. भवानि मयि दासे दृष्टिं वितरते सकरुणा निज सायुज्य पदैकवितरणा निखिल दुःखतरणा ऐहिक निखिल दुःखतरणा. भवतु मे विलसितं सपर्या विरचनं तव शिवे समकर निपात हिमकर समान दृशास्नपय कृपया मामपि दृशास्नपय कृपया. अनेन धन्यमिमं मन्ये धरणिधर सुकन्ये तव स्तन्यमधुरास्वादन सुख निरस्तान्य विषयं कुरु मां निरस्तान्य विषयम्. त्वदीयमपि वचनं गदतो मदीयमिव वचनम् स्वकीय सलिलैः सागरतर्पण समं जननि विदितं सकलं समं जननि विदितम्. जय जय शिव दयिते हरिहर विरिञ्चनुत चरिते कारय मां कृतपुण्यं तव गुण गानरतं महिते तव गुण गानरतं महिते. ആചാര്യന് പാദനമസ്കാരം. സൗന്ദര്യലഹരിയുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം ഗുരുജി. ഒരു കാര്യം പറയാനുണ്ട്. നമസ്കാരം ഗുരുജി. പറയാനുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി 2 ക്ലാസ്സുകളാണ് ബാക്കിയുള്ളത്. ഒന്ന് തിങ്കളാഴ്ചയും ബുധനാഴ്ച. 4 ശ്ലോകം അടുത്ത ക്ലാസ്സിൽ തീരുന്നു. അതിനുശേഷം ഒരു ക്ലാസ് ബാക്കിയുണ്ട്. അതിൽ ഇതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് എഴുതി അറിയിക്കുക. നേരിട്ട് സംസാരിച്ചത് കേൾക്കാൻ സാധ്യമല്ല. ആ 100 ശ്ലോകങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ അടുത്ത ഇനി 96 ശ്ലോകം നമുക്ക് കഴിഞ്ഞു. 97 മുതലാണ് 4 ശ്ലോകങ്ങളേ ഉള്ളൂ.
ശ്ലോകങ്ങൾ ആദ്യം മുതലേ നിങ്ങൾ ഓടിച്ചൊന്ന് നോക്കിയതിന് ശേഷം സംശയങ്ങൾ രേഖപ്പെടുത്തി എഴുതി അറിയിക്കുക. പിന്നെ ഈ ഒരു പുസ്തകമാണ് ഇനി നമുക്ക് കയ്യിൽ കിട്ടിയിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ ഗ്രൂപ്പ് ലീഡേഴ്സിനോട് ചോദിച്ച് വാങ്ങുക. ഇത് 100ാമത്തെ ദിവസം നമ്മളത് പാരായണം ചെയ്യുന്ന നവംബർ 19 ഈ പുസ്തകം കയ്യിലുണ്ടായിരിക്കും. ഈ പുസ്തകം കിട്ടിയിട്ടില്ലെങ്കിൽ ഇതിന്റെ ലെറ്റർ വായിക്കാൻ പറ്റാത്ത അമ്മമാരും ഉണ്ടെങ്കിൽ ഇതിന്റെ ബന്ധം ഏർപ്പെടുത്തിയതിനു ശേഷം അത് A4 സൈസിൽ ഫോണ്ട് വലുതാക്കി ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക. അങ്ങനെയും അത് എളുപ്പത്തിൽ വായിക്കാവുന്നതാണ്. ആ വായിക്കുന്ന സമയത്ത് ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എങ്കിലും നിങ്ങൾ നേരത്തെ എടുത്ത് അത് തയ്യാറാക്കി വെക്കുക. ഈ പുസ്തകം തന്നെ കയ്യിൽ വേണമെന്നില്ല, ഇതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്താലും മതി. ചെറിയ ഫോണ്ട് ആണെങ്കിൽ അത് വലുതാക്കി എടുക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. നന്ദി, നമസ്കാരം. ജയ ജയ ശിവദയിതേ ഹരിഹര വിരിഞ്ചനുത ചരിതേ കാരയ മാം കൃതപുണ്യം തവ ഗുണഗാനരതം മഹിതേ തവ ഗുണഗാനരതം മഹിതേ സഹസ്രാരകമലേ സതതം വിഹരരഹസി ധന്യേ ശിവാകാര നിജമഞ്ച വിലസിതേ ചിദാനന്ദമുദിതേ ശരണ്യേ ചിദാനന്ദമുദിതേ ഭവാനി മയി ദാസേ ദൃഷ്ടിം വിതരത്തെ സകരുണാം നിജസായുജ്യപദൈകവിതരണാം നിഖില ദുഃഖതരണാം ഐഹിക നിഖില ദുഃഖതരണാം ഭവതു മേ വിലസിതം സപര്യാവിരചനം തവ ശിവേ സമകര നിപാത ഹിമകര സമാനദൃശാ സ്നപയ കൃപയാ മാമപി ദൃശാ സ്നപയ കൃപയാ അനേന ധന്യമിമം മന്യേ ധരണിധര സുകന്യേ തവ സ്തന്യമധുരാസ്വാദന സുഖ നിരസ്താന്യവിഷയം കുരു മാം നിരസ്താന്യവിഷയം ത്വദീയമപി വചനം ഗദതോ മദീയമിവ വചനം സ്വകീയസലിലൈഃ സാഗരതർപ്പണസമം ജനനി വിദിതം സകലം സമം ജനനി വിദിതം ജയ ജയ ശിവദയിതേ ഹരിഹര വിരിഞ്ചനുത ചരിതേ കാരയ മാം കൃതപുണ്യം തവ ഗുണഗാനരതം മഹി